ലിസബത്ത് വെല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പായസമാണ്. വെർമിസെല്ലി വെച്ചിട്ടുള്ള ഒരു പായസം. സാധാരണ നമ്മൾ ഈ സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്, അതിനേലും കുറച്ച് വ്യത്യാസമുണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നുള്ളത് പറയാം. 2 ലിറ്റർ ഫ്രഷ് മിൽക്ക്, 1.25 കപ്പ് വെർമിസെല്ലി, 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നേരത്തെ ഞാനൊരു ക്യാരറ്റ് വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചവ്വരി ഒരു 3/4 വേവാക്കിയത്, കുറച്ച് വേണം, നിങ്ങളുടെ ഇഷ്ടം പോലെ അതെടുക്കാം. പിന്നെ 3-4 ടേബിൾ സ്പൂൺ ഗീ വേണം, കാഷ്യൂ വേണം, ഉണക്കമുന്തിരി, ഏലക്കാപ്പൊടി, പഞ്ചസാര. ഇനി പാൻ അടുപ്പ് വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ അത് മെൽറ്റായി വരണം. മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ഇതിലേക്ക് ഇട്ടൊന്ന് വറുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കാം. ഒത്തിരി മൂത്ത് പോകണ്ട, ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. ആ പാനിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഗീ പാകത്തിന് ഗീ ഉണ്ട്, കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഗീയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റാവണം. ആ ക്യാരറ്റിലൊക്കെ ആ മധുരം ഒന്ന് പിടിക്കണം. അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെല്ലി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വറക്കണം. ഇപ്പോൾ വെർമിസെല്ലി മൂത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രം എടുക്കാം. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഈ പാലിന് നല്ല കൊഴുപ്പുണ്ട്. ഇപ്പോൾ കൊഴുപ്പില്ലാത്ത പാലാണെങ്കിലും കുറച്ച് വെള്ളം ചേർക്കുന്നത് നല്ലതാണ്. ഈ വെർമിസെല്ലി വെന്ത് വരുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ കുറുകും. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. വെർമിസെല്ലിയും ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അത് നമുക്ക് കഴിക്കാനേ കൊള്ളില്ല. അപ്പോൾ ഈ പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവും. കാരണം പകുതി വേവായതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വേവാൻ താമസിക്കും. ഇപ്പോൾ പാല് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം എപ്പോഴും നിങ്ങളുടെ ഒരു കണക്കിന് ചേർക്കുക. പായസമായതുകൊണ്ട് തന്നെ ഒരു നല്ലോണം മധുരം വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. മധുരവും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരി ഒരു 3/4 വേവേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്ന് ബാക്കിയും കൂടെ വെന്തോളും. അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം വേവിച്ചത് ഒരു കപ്പോളം ഇതിൽ ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. അതിന് ശേഷം അപ്പോഴത്തേക്കും സേമിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏലക്കാപ്പൊടി അത് 1 ടീസ്പൂണോ അതിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് നോക്കുക. അതനുസരിച്ച് ഏലക്കാപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കുക. 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ബ്ലാക്ക് റൈസിനും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക. അപ്പോഴത്തേക്കും സേമിയ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിനിപ്പോൾ പാകത്തിന് മധുരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ
വഴറ്റി വെച്ചിരുന്ന ഒരു ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. മൊത്തം 2 വലിയ ക്യാരറ്റ് ഞാനിതിൽ വഴറ്റി ചേർത്തിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ സേമിയ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാധാരണ നമ്മൾ സേമിയ പായസം വയ്ക്കുന്നതിലും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.